നമസ്തേ പ്രിയമിത്രാണി, സർവേഷാം രുദ്ര സ്കൂൾ പ്രതി സ്വാഗതം. ഗതപാഠേ വയം മദർ തെരേസ മഹാഭാഗാം അധികൃത്യ പഠിതവന്തഃ. തസ്മിൻ പാഠേ അന്തിമഭാഗേ ഏകം ചിത്രം ദൃഷ്ടവന്തഃ കില. കിം ചിത്രം തത്? സദ്യയുടെ ചിത്രമായിരുന്നു അല്ലെ. നല്ല ഒരു സദ്യയുടെ ചിത്രം ഉണ്ടായിരുന്നു. അവിടെ നമ്മളോടൊരു ചോദ്യവും ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? സ്വാസ്ഥ്യായ ഭക്ഷണം അത്യന്തം അപേക്ഷിതമേവ. ഭവതാം അഭിപ്രായഃ കഃ? ചർച്ചാം കരോതു. എല്ലാവരും ഈ വിഷയം ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും അല്ലെ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആഹാരം ആരോഗ്യത്തിന് അത്യന്തം അപേക്ഷിതമാണ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഇനി അടുത്ത ഏകകത്തിൽ, മൂന്നാമത്തെ ഏകകത്തിൽ ആരോഗ്യത്തെക്കുറിച്ചും അതിൻ്റെ ജീവിതത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള പാഠങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പുതിയ ഏകകത്തിലേക്ക് കടക്കാം. തൃതീയം ഏകകം സ്വാസ്ഥ്യം ജീവനം. കിം നാമ സ്വാസ്ഥ്യം? സ്വാസ്ഥ്യം ആരോഗ്യം, ആരോഗ്യവും ജീവിതവും, ആരോഗ്യപൂർണമായ ജീവിതം. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രണ്ട് പാഠങ്ങളാണ് ഈ ഏകകത്തിലുള്ളത്. ആമുഖത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. മനസ്സഃ ശരീരസ്യ ച ആരോഗ്യായ ഭക്ഷണം അതീവ പ്രധാനം ഭവതി. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് ഭക്ഷണം വളരെ പ്രധാനമാണ്. സുരഭി രുചികരം ച ഭോജനം ആഹ്ലാദകരമേവ. സുരഭി മനോഹരവും ഭംഗിയുള്ളതും, രുചികരം വളരെ സ്വാദിഷ്ടവുമായ ഭോജനം ഭക്ഷണം ആഹ്ലാദകരമേവ, ആഹ്ലാദകരം തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സന്തോഷമുള്ള കാര്യമാണ്. തഥാ ശുദ്ധം പോഷക സമൃദ്ധം ച ഭോജനം ആരോഗ്യായ അനിവാര്യമേവ. തഥാ അതുപോലെ തന്നെ ശുദ്ധം വൃത്തിയുള്ളതും ശുദ്ധിയുള്ളതുമായ, അതുപോലെ പോഷക സമൃദ്ധമായ ഭോജനം ഭക്ഷണം ആരോഗ്യായ അനിവാര്യമേവ. നമ്മുടെ ആരോഗ്യത്തിന് ശുദ്ധമായതും പോഷക മൂല്യങ്ങളുള്ളതുമായ ഭക്ഷണം അനിവാര്യമാണ്. വിവിധാഹ ക്രീഡാഹ വ്യായാമശ്ച ആരോഗ്യവർദ്ധകാഹ ഭവന്തി. വിവിധാഹ ക്രീഡാഹ പലതരത്തിലുള്ള കളികളും, വ്യായാമശ്ച വ്യായാമങ്ങളും, ആരോഗ്യവർദ്ധകാഹ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നവയാണ്, വളർത്തുന്നവയാണ്, ഭവന്തി ആകുന്നു. പലതരത്തിലുള്ള ഈ ഭക്ഷണം മാത്രം പോരാ, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കളികളും വ്യായാമങ്ങളും നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു. തൃതീയേസ്മിൻ ഏകകേ അന്നം ആരോഗ്യായ ഹോക്കി ചേതി ദ്വൗ പാഠൗ സ്തഃ. തൃതീയേ അസ്മിൻ മൂന്നാമത്തെ ഈ പാഠത്തില് ഏകകേ ഈ ഏകകത്തില് യൂണിറ്റില് അന്നം ആരോഗ്യായ, അന്നം ഭക്ഷണം, അന്നം ഭക്ഷണം ആരോഗ്യായ ആരോഗ്യത്തിനു വേണ്ടി, ഹോക്കി, ഹോക്കി എന്ന് പറഞ്ഞ നമുക്കൊക്കെ അറിയാവുന്ന കളിയാണ്. ഹോക്കി ചേതി ച ഇതി. അങ്ങനെ ദൗ പാഠൗ സ്തഃ രണ്ട് പാഠങ്ങളാണ് ഉള്ളത്. നമുക്ക് ആ പാഠങ്ങൾ പഠിക്കാം. സപ്തമഃ പാഠ അന്നം ആരോഗ്യായ. പാഠസ്യ നാമ അന്നം ആരോഗ്യായ. ഭക്ഷണം ആരോഗ്യത്തിനു വേണ്ടി. അന്നം ഭക്ഷണം, അന്നം എന്ന് നമ്മൾ മലയാളത്തിൽ ചോറ് എന്ന് പറയാറുണ്ട്. ഇവിടെ അന്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ശ്ലോകം പഠിത്വ തസ്യ ആശയം അധികൃത്യ ചർച്ചാം കരോതു. ആമുഖത്തിൽ, പാഠത്തിന്റെ ആമുഖത്തിൽ നമുക്ക് കാണാം, ശ്ലോകം പഠിത്വ, ശ്ലോകം വായിച്ചിട്ട്, തസ്യ ആശയം അതിന്റെ ആശയത്തെ, അധികൃത്യ കുറിച്ച്, ചർച്ചാം കരോതു ചർച്ച ചെയ്യുക. പാനീയം സലിലം ചൈവ പ്രാണവായുശ്ച ഭോജനം ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ സന്ദേഹോ ന കദാചന. ശ്ലോകം ഇത് ഒന്നുകൂടി. പാനീയം സലിലം ചൈവ പ്രാണവായുശ്ച ഭോജനം ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ സന്ദേഹോ ന കദാചന. പാനീയം പാതും യോഗ്യം പദാർത്ഥഃ. പാനീയം കുടിക്കാൻ യോഗ്യമായിട്ടുള്ള വസ്തു, അതിനെയാണ് പാനീയം എന്ന് പറയാ. സലിലം ജലം, സാധാരണ വെള്ളം. ചൈവ പ്രാണവായുശ്ച
അതുപോലെ പ്രാണവായുഹു നമ്മുടെ ജീവവായുഹു, ഭോജനം ഭക്ഷണം, ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ ഈ ശുദ്ധമായ പാനീയം, സലിലം അതുപോലെ ചയേവ ഇതുപോലെ തന്നെ പ്രാണവായുഹു അതുപോലെ ഭോജനം ഇതൊക്കെ ശുദ്ധമായതായിരിക്കണം. എന്തിന്? സ്വാസ്ഥ്യായ കൽപ്പന്തി ഇതൊക്കെയാണ് ആരോഗ്യത്തിന്, സ്വാസ്ഥ്യായ ആരോഗ്യായ ശുദ്ധമായ ജലവും വെള്ളവും കുടിക്കാനുള്ള മറ്റു പദാർത്ഥങ്ങളും പ്രാണവായുവും ഭക്ഷണവുമൊക്കെ കൽപ്പിച്ചിട്ടുള്ളത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. സന്ദേഹോ ന കഥാചന അവിടെ ഒരു സംശയവുമില്ല. നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ മലിനജലം കുടിച്ചാൽ പറ്റില്ല, മോശം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ പറ്റില്ല. അപ്പോൾ നല്ല ശുദ്ധമായ പാനീയവും വെള്ളവും അതുപോലെ പ്രാണവായുവും ഭോജനവും ഒക്കെ കഴിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ഒന്നുകൂടി അതിനെപ്പറ്റി ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയൊക്കെ നിങ്ങളുടെ ടീച്ചറുമായിട്ട് സ്കൂളുകളിൽ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുക. ഇനി എന്താണ് പറയുന്നത് നോക്കാം. ജീവനായ അത്യന്തം അപേക്ഷിതം ഭവതി ഭോജനം. ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് ഭക്ഷണമില്ലാതെ നമ്മൾ വളരില്ല അല്ലെ. നമുക്ക് വളരണമെങ്കിൽ ഭക്ഷണം ആവശ്യമാണ്. അപ്പൊ ജീവനായ ജീവിതത്തിന് ജീവിക്കുവാൻ വേണ്ടി അത്യന്തം അപേക്ഷിതം ഭവതി വളരെ അതിപ്രധാനമായിട്ടുള്ള അപേക്ഷിതം ആയിട്ടുള്ള കാര്യമാണ് ഭോജനം. ഭോജ്യം മനഃശരീരയോഹോ സൗഖ്യായ സന്തോഷായ ച കൽപ്പതേ. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിനെ മാത്രമല്ല മനസ്സിനെയും ദൃഢമാക്കുന്നു, ആരോഗ്യവത്താക്കുന്നു എന്നർത്ഥം. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നല്ല ഭക്ഷണം, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ആരോഗ്യ സംരക്ഷണേ ആഹാരസ്യ പ്രഥമം പ്രധാനം ച സ്ഥാനം വർത്തതേ. അത് തന്നെയാണ് പറഞ്ഞത്. ആരോഗ്യ സംരക്ഷണേ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ആഹാരസ്യ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രഥമം പ്രധാനം ച നമുക്ക് വേറെ എന്തും ഒഴിവാക്കാം. ഭക്ഷണം ഒഴിവാക്കിയിട്ട് കുറെ കാലം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ ശക്തിയൊക്കെ ആർജിച്ചവരായിരിക്കണം. അല്ലാതെ സാധാരണ ഒരു മനുഷ്യന് എന്തേ പറ്റുള്ളൂ? ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇനി ഛാന്തോക്യോപനിഷദഃ സ്വീകൃത ഏഷാ കഥ ഭോജനസ്യ പ്രാധാന്യം സൂചയതി. ഛാന്തോക്യ ഉപനിഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ഏഷാ കഥ, നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഭാഗം ഒരു കഥയാണ്, ചിത്രകഥയാണ് അല്ലെ. ആ ചിത്രകഥ എടുത്തിട്ടുള്ളത് ഛാന്തോക്യോപനിഷത്തിൽ നിന്നാണ്. അങ്ങനെ സ്വീകരിച്ചിട്ടുള്ള ഏഷാ കഥ ഭോജനസ്യ പ്രാധാന്യം സൂചയതി, ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പാഠമാണ്. എന്താണ് പാഠത്തിന്റെ കഥാസന്ദർഭം എന്താണെന്ന് നോക്കാം. ഉദ്ദാലക മഹർഷേഹേ പുത്രഃ ഭവതി ശ്വേതകേതുഃ. ഉദ്ദാലക മഹർഷിയുടെ പുത്രനായിരുന്നു ശ്വേതകേതു. കസ്യ പുത്രഃ? ഉദ്ദാലക മഹർഷേഹേ പുത്രഃ ശ്വേതകേതുഃ. 12 വർഷം യാവത് ഗുരുകുലേ വിദ്യാഭ്യാസം സമാപ്യ സഹ പിതുഃ സമീപം പ്രത്യാഗച്ഛതി. 12 വർഷം 12 വർഷം പണ്ടൊക്കെ അങ്ങനെയാണ്, ഗുരുകുല സമ്പ്രദായമാണ്. അപ്പൊ കുറെ വർഷങ്ങള് അച്ഛൻ്റെ അമ്മയുടെ അടുത്തു നിന്നൊക്കെ മാറി നിന്ന് പഠിക്കുകയാണ് ചെയ്യുക. അങ്ങനെ 12 വർഷം ഗുരുകുലത്തിൽ വിദ്യാഭ്യാസമൊക്കെ സമാപിച്ചിട്ട് സഹ പിതുഃ സമീപം പ്രത്യാഗച്ഛതി തിരിച്ചു വരുന്നു അച്ഛൻ്റെ അടുത്തേക്ക്. കഹ ശ്വേതകേതു. ദീർഘകാലാനന്തരം വളരെ കാലത്തിന് ശേഷം സമാഗതം തിരിച്ചു വന്നതായ പുത്രനെ വീക്ഷ്യ ദൃഷ്ട്വ കണ്ടിട്ട് സന്തുഷ്ടനായ വളരെ ആഹ്ലാദവാനായ സന്തോഷവാനായ ഉദ്ദാലകഃ മഹർഷി ഉദ്ദാലകഃ കുശലപ്രശ്നാനന്തരം കുശലപ്രശ്നങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിൽ കൂടി തം അപൃച്ഛത് അവനോട് ചോദിച്ചു. കുശലപ്രശ്നങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അപൃച്ഛത് ചോദിച്ചു. പുത്ര ശ്വേതകേതോ ഗുരോഹോ സകാശാത് കിം കിം അപഠഃ. പുത്ര ശ്വേതകേതോ, അല്ലയോ പുത്ര ശ്വേതകേതോ. കേതു എന്നുള്ളതിന്റെ സംബോധനാരൂപമാണ് കേതോ. ശ്വേതകേതോ
ഗുരോഹോ സകാശാത്, ഗുരുവിന്റെ അടുത്തു നിന്ന്, സകാശാത് സമീപാത്, അടുത്തു നിന്ന് അല്ലെങ്കിൽ ആ വശത്തു നിന്ന്, കയ്യിൽ നിന്ന്, കിം കിം അപഠ, നീ എന്തൊക്കെ പഠിച്ചു, ത്വം അപഠ, നീ എന്തൊക്കെ പഠിച്ചു എന്നാണ് ചോദിച്ചത്. അപ്പൊ ശ്വേതകേതു പറയാണ്, വേദാൻ തഥാ ശാസ്ത്രാണി ച സമ്യക് അപഠം. എന്തൊക്കെയാ ശ്വേതകേതു പഠിച്ചത്? വേദാൻ തഥാ ശാസ്ത്രാണി ച സമ്യക് അപഠം. അഹം അപഠം, ഞാൻ പഠിച്ചു. എന്താ പഠിച്ചത്? വേദാൻ, വേദങ്ങള്, തഥാ അതുപോലെ തന്നെ, ശാസ്ത്രാണി, പല വിധത്തിലുള്ള ശാസ്ത്രങ്ങളുണ്ട്, നമുക്ക് അതൊക്കെ പഠിച്ചു. സമ്യക്, വളരെ നന്നായിട്ട് പഠിച്ചു. അപ്പൊ അച്ഛൻ പറയാണ്, അസ്തു പുത്ര സൗമ്യ അന്നസ്യ പ്രാധാന്യം അധികൃത്യ പഠിതം വാ. അസ്തു, അങ്ങനെ ആവട്ടെ. പുത്ര, മകനെ, സൗമ്യ, വാത്സല്യത്തോടെ വിളിക്കുകയാണ്. അന്നസ്യ പ്രാധാന്യം അധികൃത്യ പഠിതം വാ. അന്നത്തിന്റെ, ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നീ പഠിച്ചോ? അപ്പൊ മകൻ പറയാണ്, തത് അധികതയാ ജ്ഞാതും ഇച്ഛാമി. തത്, അത്, അതിനെക്കുറിച്ച്, അധികതയാ, കൂടുതലായി, ജ്ഞാതും, അറിയുവാൻ വേണ്ടി, ജ്ഞാതും, ഇച്ഛാമി, ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പുത്രസ്യ ജിജ്ഞാസയാ, മകന്റെ ജിജ്ഞാസയാ, ജിജ്ഞാസ അറിയുവാനുള്ള ആഗ്രഹം, ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ. പുത്രസ്യ ജിജ്ഞാസയാ ഉദ്ദാലകഃ തത് ബോധയിതും അഭിലഷതി. പുത്രന്റെ ആ അറിയാനുള്ള ആഗ്രഹം കണ്ടപ്പോ, ഭക്ഷണത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് പുത്രൻ പറഞ്ഞപ്പോ ഉദ്ദാലകൻ എന്ത് ചെയ്യാണ്? തത് ബോധയിതും അഭിലഷതി. അഭിലഷതി ഇച്ഛതി, ആഗ്രഹിക്കുന്നു. അത് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയാണ്, പുത്ര ഗച്ഛ 15 ദിനാനി യാവത് ത്വം നിരാഹാരോ ഭവ യഥേഷ്ടം ജലം പിബ. കിമുക്തവാൻ ഉദ്ദാലകഃ? പുത്ര, മകനെ, ഗച്ഛ, പോകൂ, 15 ദിനാനി യാവത്. 15, 15 ഇത്യുക്തെ 15. 15 ദിനാനി, 15 ദിവസങ്ങളോളം, ത്വം, യാവത്, അതുവരെയും, ത്വം നിരാഹാരോ ഭവ, നീ നിരാഹാരനായിട്ട്, ആഹാരമൊന്നും കഴിക്കാതെ പട്ടിണി കിടക്കാൻ പറഞ്ഞു. യഥേഷ്ടം ജലം പിബ, എന്ത് ചെയ്യാം? ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞു. താത ഏവം അസ്തു. അപ്പൊ ശ്വേതകേതു എന്താ പറഞ്ഞത്? താത ഏവം അസ്തു, ഏവം അസ്തു, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ഇനിയോ 15 ദിനാനി ഉപവാസം കൃത്വ ക്ഷീണഃ ശ്വേതകേതുഃ പിതുഃ സമീപം പ്രത്യാഗച്ഛതി. 15 ദിനാനി, 15 ദിവസങ്ങൾ, ഉപവാസം കൃത്വ, ഉപവസിച്ചിട്ട്, ആഹാരമൊന്നുമില്ലാതെ അങ്ങനെ കിടന്നിട്ട്, ക്ഷീണഃ ശ്വേതകേതുഃ, വളരെ ക്ഷീണിതനായി ശ്വേതകേതു, പിതുഃ സമീപം പ്രത്യാഗച്ഛതി, അച്ഛന്റെ സമീപത്തേക്ക് തിരിച്ചു വരുന്നു. നമുക്ക് ചിത്രത്തിൽ കാണാം, വളരെ ക്ഷീണിതനാണല്ലേ. എന്നിട്ട് പറയാണ്, താത അഹം ആഗതഃ, അല്ലെ, ക്ഷീണിച്ചാണ് പറയുന്നത്. താത അഹം ആഗതഃ, അച്ഛാ ഞാൻ വന്നിട്ടുണ്ട്. പുത്രനെ കണ്ട ഉടനെ ചോദിക്കുകയാണ്, വത്സ ഗുരോഹോ കിം അധീതം തത് വദ. ഇനി പറയൂ, ഗുരുവിന്റെ അടുത്ത് നിന്ന് എന്തൊക്കെ നീ പഠിച്ചു? ഗുരോഹോ, ഗുരുവിൽ നിന്ന്, കിം അധീതം, എന്ത് പഠിച്ചു? തത് വദ, അത് പറയൂ എന്ന് പറഞ്ഞു. ത്വം വദ, പറയൂ. ഭോ പിത, പിതഃ, പിതുഃ, പിത എന്ന ഇതിന്റെ സംബോധനയാണ് പിതഃ. ഭോ പിത, അല്ലയോ അച്ഛ, അഹം നിതരാം ശ്രാന്തഃ, അല്ലെ, 15 ദിവസം ഭക്ഷണമൊന്നുമില്ലാതെ വരികയാണ്. അഹം നിതരാം ശ്രാന്തഃ, ഞാൻ വളരെ ക്ഷീണിതനാണ്. പഠിതം സർവം ന സ്മരാമി, പഠിതം സർവം ന സ്മരാമി, പഠിച്ചത് മുഴുവനൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തുകൊണ്ട്? ഭക്ഷണമൊന്നുമില്ലാതെ ഞാൻ ആകെ വിശന്ന് ക്ഷീണിച്ച്, വിശപ്പൊക്കെ പോയിട്ടുണ്ടാവും, ക്ഷീണിച്ചല്ലേ, 15 ദിവസമൊക്കെ പട്ടിണി കിടന്ന് വരികയാണ്. അപ്പൊ പഠിതം സർവം ന സ്മരാമി, എനിക്ക് ഓർമ്മയില്ല. അഹം ന സ്മരാമി, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറയാണ്, ഏവം ചെയ്ത് ഇതാനും ഗച്ഛ, അങ്ങനെയാണെങ്കിൽ, ഏവം ചെയ്ത്, അങ്ങനെ ആണെങ്കിൽ, ഇതാനും ഗച്ഛ, ഇപ്പോൾ പോകൂ, അന്നം ഭുക്ത്വ വിശ്രമം കുരു. അന്നം ഭുക്ത്വ
വിശ്രമം കുരു. നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിശ്രമിച്ച് വരൂ എന്ന് പറഞ്ഞു, വിശ്രമം ചെയ്യൂ എന്ന് പറഞ്ഞു. ഭോജനസ്യ വിശ്രമസ്യ ച അനന്തരം പിതരം സമേത്യ ശ്വേതകേതുഃ പഠിതം സർവം വദതി. ഭോജനസ്യ വിശ്രമസ്യ ച അനന്തരം, ഭോജനത്തിന്റെയും വിശ്രമത്തിന്റെയും ഒക്കെ ശേഷം, ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അനന്തരം പിന്നീട് പിതരം സമേത്യ, പിതുഹു സമീപമാഗത്യ, സമേത്യ സമീപമാഗത്യ, സമീപത്ത് വന്നിട്ട്, അച്ഛന്റെ അടുത്തേക്ക് വന്നിട്ട്, ശ്വേതകേതു പഠിതം സർവം വദതി, പഠിച്ചതൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി. പുത്ര, അപ്പൊ പറയാണ്, മകനെ, അധുനാ പഠിതം സർവം കഥം സ്മരസി, ഇപ്പൊ നീ പഠിച്ചതൊക്കെ പറയുന്നുണ്ടല്ലോ, എങ്ങനെ ഓർമ്മിക്കുന്നു? കഥം സ്മരസി, എങ്ങനെയാണ് ഓർമ്മ വന്നത്? അപ്പൊ മകൻ എന്താ പറഞ്ഞത്? ഭോജനാനന്തരം മേ ആരോഗ്യം ലബ്ധം തഥാ സർവം സ്മരാമി. ഭോജനത്തിന് ശേഷം, ഭോജനാനന്തരം, ഭോജനസ്യ അനന്തരം മേ ആരോഗ്യം ലബ്ധം, എന്നില് ആരോഗ്യമുണ്ടായി, തഥാ സർവം സ്മരാമി, അപ്പോഴാണ് എല്ലാം ഓർക്കുന്നത്. അപ്പൊ അച്ഛൻ പറയാണ്, വത്സ പുത്ര, ത്വയാ ഉക്തം സത്യമേവ, ത്വയാ ഉക്തം, നിന്നാൽ പറയപ്പെട്ടത്, നീ പറഞ്ഞത് സത്യമേവ, സത്യം ഏവ, സത്യം തന്നെ. അന്നം വിനാ ശരീരസ്യ നാശോ ഭവതി, അന്നം വിനാ ശരീരസ്യ നാശോ ഭവതി, അന്നമില്ലാതെ, ഭക്ഷണമില്ലാതെ ശരീരം നശിച്ചു പോകും. ശരീരേ മനസ്സി ച ക്ഷീണേ ബുദ്ധിഹീന പ്രവർത്തതേ, എന്തുകൊണ്ടാണ് ഓർമ്മ വരാത്തത് പഠിച്ചതൊന്നും? ശരീരേ മനസ്സേ ച ക്ഷീണേ, ശരീരവും മനസ്സും ക്ഷീണിച്ചിരിക്കുന്ന സമയത്തിൽ ബുദ്ധിഹീന പ്രവർത്തതേ, ബുദ്ധി പ്രവർത്തിക്കുകയില്ല. പിതഃ, അച്ഛ, അന്നം ആരോഗ്യായ അനിവാര്യം ഇത് സമ്യക് അവഗതം, എനിക്കിപ്പോ അന്നത്തിന്റെ വില മനസ്സിലായി, അന്നം ആരോഗ്യായ അനിവാര്യം ഇത് സമ്യക് അവഗതം, നന്നായി മനസ്സിലായി എന്ന് ശ്വേതകേതു പറഞ്ഞു. ഇതാണ് ഈ പാഠത്തിലെ കഥ. ഇനി പദച്ഛേദ എന്ന് കാണാം. പ്രധാനഞ്ച, പ്രധാനം അധികം ച, പ്രത്യാഗച്ഛതി പ്രതി അധികം ആഗച്ഛതി, സത്യമേവ സത്യം അധികം ഏവ, ഏവമസ്തു ഏവം അധികം അസ്തു. ഇതുപോലെ നമ്മൾ പഠിച്ച രീതിയിലുള്ള പദച്ഛേദങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ, പാഠത്തിൽ വേറെയും ഉണ്ടാവും. അതൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അടുത്തത് വിഗ്രഹ, ആരോഗ്യ സംരക്ഷണേ എന്ന പദത്തിന്റെ വിഗ്രഹവാക്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആരോഗ്യസ്യ സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം തസ്മിൻ, ആരോഗ്യ സംരക്ഷണത്തിൽ എന്നാണ് മലയാളത്തിൽ അർത്ഥം വരിക. ഭോജനാനന്തരം, ഭോജനസ്യ അനന്തരം, ഭക്ഷണത്തിന് ശേഷം, ഭോജനാനന്തരം. ഇനി പഠന പ്രവർത്തനാനി എന്ന് കാണാം. ഒന്നാമത്തെ പഠന പ്രവർത്തനം പറയുന്നത് വിവിധാനി ഭക്ഷണാനി അധികൃത്യ ചർച്ചാം കരോതു. നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങളെ കുറിച്ച് അറിയാം. വിവിധാനി ഭക്ഷണാനി അധികൃത്യ, വിവിധങ്ങളായ ഭക്ഷണങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ചർച്ചയിൽ ഏതൊക്കെയാണ് പോഷക മൂല്യമുള്ള വസ്തുക്കൾ എന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലാത്തത് ഏത് എന്നൊക്കെയുള്ള ചർച്ചയാവാം. ഇവിടെ സൂചനകൾ തന്നിട്ടുണ്ട്. പോഷക സമൃദ്ധം എന്നാണ് ഒരു സൂചന. അപ്പൊ പോഷകയുക്തമായ ഭക്ഷണത്തെ കുറിച്ചുള്ള ചർച്ചയാവാം. ഭക്ഷണ വൈവിധ്യം, ഇന്ന് നമുക്ക് പലതരത്തിലുള്ള വെറൈറ്റി ഫുഡ്സ് ലഭ്യമാണ്. അപ്പോൾ ഭക്ഷണ വൈവിധ്യത്തെ കുറിച്ചുള്ള ചർച്ചയാവാം. ഹിതം മിതം ച, ഹിതവും അതായത് ശരീരത്തിന് പഥ്യമായ, യോജിക്കുന്നതും, അത് ഓരോരോ ആളുടെ ശരീരത്തിനും ഓരോ പോലെയാണ് ഭക്ഷണം പിടിക്കുക. അപ്പോൾ ശരീരത്തിന് യോജിക്കുന്നതും, അതുപോലെ മിതമായ ആഹാരം, കുറഞ്ഞ അളവിൽ നമ്മൾ, അതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ആഹാരം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കഴിക്കാനൊന്നും പാടില്ല. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ മുൻനിർത്തി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഭക്ഷണ ശുചിത്വം, അത് പരമപ്രധാനമാണ്. ഭക്ഷണ കാര്യത്തിൽ ശുചിത്വം വളരെയധികം പാലിക്കേണ്ട കാര്യമാണ്. നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വൃത്തിയുള്ള ഭക്ഷണം, വൃത്തിയുള്ള പാത്രങ്ങളിലൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ എന്താണ്, ഭക്ഷണാത് പൂർവം പരം ച ഹസ്തം സമ്യക് പ്രക്ഷാളനീയം എന്നൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ്. അതുപോലെ ഭക്ഷണശീലം,
ഇപ്പൊ പറഞ്ഞൊരു കാര്യം ഭക്ഷണശീലത്തിൽ പെടുന്നതാണ്. ഭക്ഷണത്തിന് മുൻപും പിൻപും കൈകൾ നന്നായി കഴുകുക, വായ നന്നായി കഴുകുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ സമയത്ത് ഭക്ഷണം കഴിക്കുക, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ഭക്ഷണശീലങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകളിൽ കൂട്ടുകാരുമായി ചർച്ച ചെയ്യുക. അടുത്ത പഠന പ്രവർത്തനം എന്ന് പറയുന്നത് ശബ്ദകോശം പഠിത്വ നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകെ ലിഖതു. നമ്മുടെ പാഠത്തിന്റെ അവസാന ഭാഗത്ത് ശബ്ദകോശം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള പുതിയ വാക്കുകളെ കണ്ടെത്തുകയും അവയുടെ അർത്ഥങ്ങൾ നിങ്ങൾ ആ ശബ്ദകോശത്തിന്റെയും നിങ്ങളുടെ അധ്യാപികമാരുടെയും സഹായത്തോടു കൂടി എഴുതുക. ഇവിടെ അന്നം, ഭക്ഷണം, ഉദാഹരണത്തിന് അന്നം, ഭക്ഷണം, അസ്തു, ഭവതു എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സലിലം, ജലം, സന്ദേഹ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള കുറെ പുതിയ വാക്കുകളൊക്കെ അതിലുണ്ട്. നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ പുസ്തകത്തിൽ അതിന്റെ അർത്ഥമൊക്കെ എഴുതി വെച്ച് പഠിക്കുക. അടുത്ത പ്രവർത്തനം ഭോജനം ആരോഗ്യായ ഇത് വിഷയം അധികൃത്യ ലഘു ടിപ്പണിയും ലിഖതു എന്നാണ്. ഭോജനം ആരോഗ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ നോട്ട് എഴുതുക. അതിന് സൂചനകൾ അവിടെ തന്നിട്ടുണ്ട്. ജീവനെ ഭോജനം ആരോഗ്യ സംരക്ഷണേ ശരീരസ്യ. ഒന്നാമത്തെ ഉദാഹരണവും അവിടെ കൊടുത്തിട്ടുണ്ട്, അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജീവനെ ഭക്ഷണം അനിവാര്യം ഭവതി, ഒരു ചെറിയ സെന്റൻസ് ആണ്. ആരോഗ്യായ പോഷക സമൃദ്ധം ആഹാരം ആവശ്യകം ഭവതി. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള സെന്റൻസുകളാണ്. ഇതുപോലെ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കി എഴുതുക. എന്താണ് ആരോഗ്യ സംരക്ഷണേ എന്താണ് ഹിതം മിതം ച ഭക്ഷണം ഘാതനീയം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ശരീരസ്യ വർധനായ ഭക്ഷണം അനിവാര്യമേവ. അതുപോലെയുള്ള ചെറിയ സെന്റൻസുകളൊക്കെ ഉണ്ടാക്കി എഴുതി വയ്ക്കുക, പഠിക്കുക. അടുത്ത പഠന പ്രവർത്തനം എന്ന് പറയുന്നത് പാഠഭാഗം പഠിത്വ സംഭാഷണം കഥായാം കക്ഷ്യായാം അവതാരയതു എന്നാണ്. പാഠഭാഗം നന്നായി പഠിച്ചിട്ട് ആ അച്ഛൻ്റെയും മകന്റെയും സംഭാഷണം നിങ്ങളുടെ ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുക. അടുത്ത പ്രവർത്തനം നോക്കൂ. പാഠം പഠിത്വ ലട്ട് ലോട്ട് രൂപാണി ലിഖതു. ലട്ട് ലോട്ട് ക്രിയാപദങ്ങൾക്കാണ് ലട്ടും ലോട്ടും ലകാരങ്ങൾ വരിക. ലകാരങ്ങൾ എന്ന് പറഞ്ഞാല് കാലങ്ങള്. ലട്ട് ലകാരം എന്ന് പറഞ്ഞാൽ വർത്തമാനകാല ക്രിയാപദങ്ങള്. ലോട്ട് ലകാരത്തിലുള്ള ക്രിയാപദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുക, അതായത് അപേക്ഷയായിട്ടോ ആജ്ഞയായിട്ടോ ഒക്കെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയാപദത്തിന്റെ രൂപത്തിനെയാണ് ലോട്ട് എന്ന് പറയാം. അപ്പൊ നമ്മൾ കുറെ ക്രിയാപദങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് മുൻ പാഠങ്ങളിലൊക്കെ. പഠതി, ഗച്ഛതി, ഉപവിശതി, ഉത്തിഷ്ഠതി, ഇതൊക്കെ ലട്ടിലക്കാര ക്രിയാപദങ്ങളാണ്, അതായത് വർത്തമാനകാല ക്രിയാപദങ്ങളാണ്. ഇവിടെ ബാലഹ ഗച്ഛതി, ബാലിക പഠതി, രാധ ഗായതി അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ഈ ബാലകഹ ബാലിക എന്നൊക്കെ ഉള്ളതിന് പകരം നീ ക്രിയ ചെയ്യുന്നു, നീ പഠിക്കുന്നു, നീ എഴുതുന്നു എന്ന് നമുക്ക് പറയണമെങ്കിൽ ഈ പഠതി, ലിഖതി, ചലതി എന്നൊക്കെയുള്ള ആ തി എന്ന് അവസാനിക്കുന്നത് മാറിയിട്ട് അവിടെ ചെറിയൊരു മാറ്റം വരും. എങ്ങനെയാ മാറ്റം വരിക? ത്വം പഠസി, വർത്തമാനകാല ക്രിയാപദങ്ങള് ത്വം പഠസി, ത്വം ലിഖസി, ത്വം ഗച്ഛസി നീ പോകുന്നു, ത്വം ഉപവിശസി നീ ഇരിക്കുന്നു. അപ്പൊ ത്വം ഗച്ഛസി, സി വന്നു, തീ എന്ന് ഗച്ഛതി എന്നുള്ളത് എന്തായി? ഗച്ഛസി എന്നായി. എപ്പോ ആകും? ഈ ബാലകഹ എന്നുള്ള സ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റൊരു പേര് വരുന്ന സ്ഥാനത്ത് ത്വം നീയാണ് ആ ക്രിയ ചെയ്യുന്നതെങ്കിലാണ് ഈ മാറ്റം വരുന്നത്. എന്ത്? തീ എന്നുള്ളത് ഗച്ഛതി എന്നുള്ളത് ഗച്ഛസി ആവുന്നു. പഠതി പഠസി, ലിഖതി ലിഖസി, വദതി വദസി എന്നാവുന്നു. അർത്ഥത്തിന് വ്യത്യാസം വരുന്നില്ല, ആ രൂപങ്ങൾക്ക് വ്യത്യാസം വരുന്നു. ഇനി ഈ ലട്ടുലകാര ക്രിയാപദങ്ങളെ ലോട്ടുലകാരത്തിലേക്ക് മാറ്റുക, അതാണ് നമുക്ക് ഈ പട്ടികയിലേക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ ഈ പാഠത്തിൽ അവിടെ ഒരു ഉദാഹരണമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ പാഠത്തിൽ നമുക്ക് ഒരുപാട് ലട്ടുലകാര ക്രിയാപദങ്ങളും ലോട്ടുലകാര ക്രിയാപദങ്ങളും കാണാൻ വേണ്ടി കഴിയും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിയാപദങ്ങളെ ആദ്യം പട്ടികപ്പെടുത്തണം. ഏതൊക്കെ ക്രിയാപദങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്, അതിനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പോ ഗച്ഛസി എന്നുള്ള ലട്ടുലകാര ക്രിയാപദങ്ങൾ എങ്ങനെയാണ് ലോട്ടിലേക്ക് വരുമ്പോൾ മാറുക? ഗച്ഛതി എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു, കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചിരുന്നു. ഗച്ഛതി ഗച്ഛതു, പഠതി പഠതു, ലിഖതി ലിഖതു അങ്ങനെയായിരുന്നു മാറിയിരുന്നത്. എന്നാൽ ത്വം വരുന്ന സമയത്ത്, നീ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ വരിക?
ത്വം ഗച്ഛസി, നീ പോകുന്നു അല്ലെ. ത്വം ഗച്ഛ, നീ പോകൂ. ത്വം പഠസി, ത്വം പഠ. ത്വം ലിഖസി, ത്വം ലിഖ. അങ്ങനെയാണ് വ്യത്യാസം വരിക. വളരെ എളുപ്പമുള്ള രൂപങ്ങളാണ്. ഗച്ഛസി, ഗച്ഛ. ഇനി നമുക്കവിടെ പാഠത്തിൽ കാണാം ഭവ. ഭവ എന്നുള്ളത് എങ്ങനെയാവും? ഭവ എന്നുള്ളത് ലോട്ടിലക്കാരാണ്. ഇപ്പുറത്ത് നമ്മുടെ ലെട്ടിലകാരത്തിലേക്ക് എഴുതുമ്പോൾ ഭവസി എന്നാവും. അതുപോലെ പിബ, അച്ഛൻ മകനോട് വെള്ളം കുടിക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഭക്ഷണം കഴിക്കൂ, അല്ലെങ്കിൽ പോകൂ, പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, അതിൽ വരുന്ന ത്വം വന്നിട്ടുള്ള ക്രിയാപദങ്ങൾ എഴുതുക, അതിന്റെ ലെട്ടും അത് എങ്ങനെ ലോട്ടിലേക്ക് മാറുന്നു എന്നും എഴുതുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരു ഉദാഹരണേ തന്നിട്ടുള്ളൂ, ഗച്ഛസി, ഗച്ഛ എന്നുള്ള ഉദാഹരണമാണ് തന്നിട്ടുള്ളത്. പാഠത്തിൽ നോക്കുക, നമുക്ക് ഒരുപാട് ലോട്ടിലകാര ക്രിയാപദങ്ങളെ കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി തിരഞ്ഞെടുത്ത് പട്ടികപ്പെടുത്തുക. ഇനി അധികദാഹാംശാഹ എന്ന് കാണാം. നമ്മൾ എന്തൊക്കെ ഈ പാഠത്തിലൂടെ പഠിച്ചു? വിവിധാനി ഭക്ഷണാനി അധികൃത്യ ചർച്ചാം അകരോത്. പല വിഷയങ്ങൾ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകെ അലിഖത്. പുതിയ പദങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ നോട്ട്ബുക്കിൽ എഴുതി. ലഘു ടിപ്പണിയും അലിഖത്. ആരോഗ്യ സംരക്ഷണത്തിന് ഭക്ഷണം അനിവാര്യമാണ് എന്നതിനെ കുറിച്ച് നമ്മളൊരു ലഘു ടിപ്പണി, ചെറിയ ഷോർട്ട് നോട്ട് എഴുതി. പാഠം സംഭാഷണ രൂപേണ അവതാരയത്. പാഠത്തെ നമ്മൾ സംഭാഷണ രൂപത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിച്ചു. ലെട്ട് ലോട്ട് രൂപാണി അവതത് അലിഖത്. ലെട്ടും ലോട്ടും എന്താണെന്ന്, അതായത് ത്വം വരുമ്പോൾ എങ്ങനെയാണ് ലെട്ടും ലോട്ടും വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് ഉദാഹരണങ്ങൾ എഴുതി. ഇനി അനുബന്ധ. വത് ധാതുഹു പരസ്മേപതി ലോട്ട്. വത് ധാതുവിന്റെ ലോട്ട്ലകാര രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അതായത് ക്രിയാപദങ്ങൾക്ക് ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഉണ്ട്. അത് ഏത് കാലത്തിലായാലും ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഉണ്ടായിരിക്കും. അപ്പൊ പ്രഥമ പുരുഷ രൂപങ്ങള് വദതു. ഇപ്പൊ പറഞ്ഞ പോലെ ബാലകഃ വദതു, ബാലക വദതു. പ്രഥമ പുരുഷ വദതു, വദതാത്, വദതാം, വദന്തു. മധ്യമ പുരുഷ ഏകവചനം വദ, വദതാത്. ദ്വിവചനം വദതം, ബഹുവചനം വദത. ഉത്തമ പുരുഷ ഏകവചനം വദാനി, ദ്വിവചനം വദാവ, ബഹുവചനം വദാമ. ഇങ്ങനെ എല്ലാ ക്രിയാപദങ്ങൾക്കും നമ്മൾ മുൻപ് ലെട്ടിലകാര ക്രിയാപദങ്ങളുടെ രൂപങ്ങൾ പഠിച്ചതുപോലെ ക്രിയാപദങ്ങൾക്ക് ആരാണോ ക്രിയ ചെയ്യുന്നത് അതിന്റെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം അനുസരിച്ച് ക്രിയാപദങ്ങൾക്കും ഏകവചനം, ദ്വിവചനം, ബഹുവചന രൂപങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾ കാണാതെ ഉരുവിട്ട് പഠിക്കുക. അടുത്തത് അകാരാന്ത നപുംസകലിംഗ ഭോജന ശബ്ദമാണ്. അകാരാന്തത്തിലുള്ള നപുംസ വനശബ്ദം ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഭോജനം എന്ന വാക്കിന്റെ ഏകവചന, ദ്വിവചന, ബഹുവചന രൂപങ്ങളാണ് 7 വിഭക്തിയിലും. പ്രഥമ വിഭക്തി ഭോജനം, ഏകവചനം, ദ്വിവചനം ഭോജനെ, ബഹുവചനം ഭോജനാനി. സംബോധന പ്രഥമ ഹേ ഭോജന, ദ്വിവചനം ഹേ ഭോജനെ, ബഹുവചനം ഹേ ഭോജനാനി. ദ്വിതീയ വിഭക്തി ഭോജനം, ഭോജനെ, ഭോജനാനി. തൃതീയ വിഭക്തിയിൽ ഭോജനേന, ഭോജനാഭ്യാം, ഭോജനൈഹി. ചതുർത്ഥി ഭോജനായ, ഭോജനാഭ്യാം, ഭോജനേഭ്യഃ. പഞ്ചമി ഭോജനാത്, ഭോജനാഭ്യാം, ഭോജനേഭ്യഃ. ഷഷ്ഠി ഭോജനസ്യ, ഭോജനയോഃ, ഭോജനാനാം. സപ്തമി ഭോജനേ, ഭോജനയോഃ, ഭോജനേഷു. വിഭക്തിയുടെ അർത്ഥങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രൂപങ്ങൾ ഏത് അകാരാന്ത നപുംസകലിംഗ രൂപങ്ങൾക്കും ഇതേ രൂപങ്ങളാണ്, ഇങ്ങനെയാണ് രൂപങ്ങൾ വരിക എന്ന് മനസ്സിലാക്കുക. അടുത്തത് അമരകോശ. രോഗ എന്ന ശബ്ദത്തിന്റെ അമരകോശത്തിലെ രൂപങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ത്രീരുഗ്രുജ ചോപതാപ രോഗവ്യാധി ഗതാമയാഹ. എന്താണത്? സ്ത്രീലിംഗത്തില് ആണെന്നുള്ള അർത്ഥത്തില് രുക്ക്, രുജ. പിന്നെ ച ഉപതാപഃ രോഗഃ വ്യാധിഃ ഗതഃ ആമയാഹ. അങ്ങനെയാണ് അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ വാക്കുകളാണ് രോഗത്തിന് നമ്മൾ ഉപയോഗിക്കുക? രുക്ക്, രുജ, ഉപതാപഃ, രോഗഃ, വ്യാധിഃ, ഗതഃ, ആമയഃ. ഇനി ശ്ലോകഃ എന്ന് കാണാം. നമ്മൾ ആദ്യം നമ്മുടെ ആമുഖത്തിൽ പഠിച്ച ആ ശ്ലോകം തന്നെ വീണ്ടും കൊടുത്തിരിക്കുന്നു.
പാനീയം സലിലം ചൈവ പ്രാണവായുശ്ച ഭോജനം ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ സന്ദേഹോ ന കഥാചനഃ. അപ്പോൾ ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ശുദ്ധവും വൃത്തിയും അതുപോലെ പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് ഈ പാഠം നമുക്ക് തരുന്ന മെസ്സേജ്. അടുത്തത് ശ്ലോകഃ. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പഠിച്ച അതേ ശ്ലോകം തന്നെ. പാനീയം സലിലം ചൈവ പ്രാണവായുശ്ച ഭോജനം ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ സന്ദേഹോ ന കഥാചന. അതിന്റെ ആശയം ഇവിടെ കൊടുത്തിരിക്കുന്നു. ആശയം നമ്മൾ പറഞ്ഞതാണ്. പാനീയം ജലം പ്രാണവായു ഭോജനം ച ശുദ്ധം ചേത് സ്വാസ്ഥ്യായ കൽപ്പന്തേ ഏവ കഥാചന ന സന്ദേഹഃ. പ്രാണവായുവും ജലവും അതുപോലെ ഭക്ഷണവും ശുദ്ധമാണെങ്കിൽ ആണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. അപ്പോൾ എല്ലാവരും നല്ല ഭക്ഷണം, നമ്മുടെ ഈ കാലത്ത് ഒരുപാട് പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് നല്ലത്, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരം അല്ലാത്ത നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം. ഇനിയുള്ളത് ശബ്ദകോശമാണ്, ഡിക്ഷണറി. നമുക്ക് പുതിയ വാക്കുകളുടെ അർത്ഥങ്ങൾ അതിൽ ലഭിക്കും. അത് നോക്കി നിങ്ങൾ പഠിക്കുക. ഈ പാഠത്തിന്റെ അവസാന പ്രവർത്തനമായിട്ട് ഒരു കളിക്കാരന്റെ, നമ്മുടെ പ്രിയപ്പെട്ട IM വിജയന്റെ ഫോട്ടോ നമുക്ക് അവിടെ കാണാം അല്ലെ. നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട കളിക്കാരൻ. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കാം. അന്നം ആരോഗ്യായ ഭവതി ഏവം വ്യായാമഃ ക്രീഡാശ്ച. അന്നം ആരോഗ്യായ ഭവതി, ഭക്ഷണം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത് നമ്മൾ ഈ പാഠത്തിലൂടെ കണ്ടു കഴിഞ്ഞു. ഏവം, അതുപോലെ തന്നെ വ്യായാമഃ ക്രീഡാശ്ച, വ്യായാമങ്ങളും ക്രീഡാഹ ച, ക്രീഡകളും. ഈ വ്യായാമങ്ങളും ക്രീഡകളും നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മൾ ഈ ഏകകം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കളിക്കാരനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഏഷഃ മഹോദയഃ കഃ. ഈ മഹാത്മാവ് ആരാണ്? നമുക്കറിയാം, നിങ്ങൾ എഴുതുക. ഏഷഃ കസ്യാം ക്രീഡായാം പ്രസിദ്ധഃ ഭവതി. ഇദ്ദേഹം ഏത് കളിയിലാണ് പ്രസിദ്ധനായിട്ടുള്ളത്? വദതു, പറയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പറയുക, എഴുതുക, ചർച്ച ചെയ്യുക. അപ്പോൾ ഈ പാഠം ഇവിടെ അവസാനിച്ചു. അടുത്ത പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്തേ, ധന്യവാദഃ, പുനർമിലാമഃ, വന്ദേ സംസ്കൃതമാതരം.